എന്നെ മാക്സിമം നാണം കെടുത്തി അയാൾ അവിടെ. എൻ്റെ വീട്ടിൽ വരെ വിളിച്ച് പലതും പറഞ്ഞു. എന്നെ പറ്റി പല കഥകളും പറഞ്ഞു കൊടുത്തു. ഞാൻ ലൊക്കേഷനിൽ ഒരാളുമായിട്ട് എന്താണ് പ്രേമമാണെന്നും അയാളെ ഞാൻ കല്യാണം കഴിക്കാൻ പോകണമെന്നും ഒക്കെ പറഞ്ഞു. അതായത് ഞാൻ അയാളായിട്ട് ഭയങ്കര അവിടെ ഭയങ്കര ലീലാവിലാസങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും ഒക്കെ പറഞ്ഞു. ഞാൻ ഒന്നും മൈൻഡ് ചെയ്തില്ല. അതങ്ങനെ കൂടി അത് ബാലു ഓവർ ഡ്രിങ്ക് ആൻഡ് പെണ്ണ് പിടിയനാണ്. ബാലു നിഷേനെ ബ്ലാക്ക് മെയിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ഉപ്പും മുളകും എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം മലയാളികൾ ഏറെ മനസ്സാൽ സ്വീകരിച്ചൊരു പ്രോഗ്രാമാണ്. നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ അകത്ത് നടക്കുന്ന നിരന്തരമായിട്ടുള്ള കാര്യങ്ങളുടെ ഒരു ആവിഷ്കാരം എന്നുള്ളത് വേണം അങ്ങനെ കാണാം. അപ്പോൾ ആ ഒരു പ്രോഗ്രാമിൻ്റെ ഏറ്റവും അതിൻ്റെ മുൻപന്തിയിൽ നിന്നിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ഇന്ന് ആ ഒരു പ്രോഗ്രാമിലില്ല. അവർ ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അതിനകത്ത് ബാലു, അദ്ദേഹം ബിജു സോപാനം, അദ്ദേഹം നീലു എന്ന് പറയുന്ന നിഷ സാരംഗ്, അതോടൊപ്പം തന്നെ ശ്രീകുമാർ, ഓക്കെ, ഇവരൊന്നും ഇപ്പം ആ ഒരു പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടില്ല. അപ്പം ഇതിനകത്ത് വലിയൊരു കേസ് നടക്കുന്നുണ്ട്. ഇത് പലർക്കും അറിയാമായിരിക്കും. അതിനകത്ത് ബന്ധപ്പെട്ട ഒരു നടി അവർക്ക് ഏൽക്കേണ്ടി വന്നിട്ടുള്ള ശാരീരികമായിട്ടുള്ള അക്രമത്തിനെതിരെ കേസ് നടക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ ദിവസം ഒരു 2 ദിവസത്തിന് മുമ്പാണ് ശ്രീകുമാറിൻ്റെ വൈഫ് അവരുടെ ഭാഗവും പറഞ്ഞുകൊണ്ട് അവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പും അവരുടെ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അന്നും റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഇന്ന് ഇപ്പോൾ ഈ നിഷ സാരംഗ് അവർ പ്രതികരിക്കുന്നുണ്ട്. ആ പ്രതികരിക്കുന്നതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ, ചില യാഥാർത്ഥ്യങ്ങൾ അവർ പറയാതെ പറഞ്ഞു പോകുന്ന കുറച്ച് കാര്യങ്ങൾ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് കാണിക്കും. കാരണം ഇത് 2 വശം. കാരണം നിഷ സാരംഗ് ഒരുവിധം ഇപ്പോഴാണ് ആദ്യമായിട്ട് മനസ്സ് തുറക്കുന്നതെന്ന് തോന്നുന്നു. അപ്പം അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ അവർ പറയാതെ പറയുന്നുണ്ട്. നമുക്കത് കേൾക്കാം. നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ ഒരാൾ വിളിച്ച് ആരോ എന്തോ പറഞ്ഞു എന്നുള്ള കാര്യത്തിൽ നമ്മളെ തെറ്റിദ്ധരിക്കുമ്പോൾ നമുക്ക് നല്ല വിഷമം ഉണ്ടാവും. നമ്മൾ ചെയ്താണ് നമുക്ക് വിഷമിക്കേണ്ട ഒട്ടും ആവശ്യമില്ല. ഈ നമ്മൾ ചെയ്യാത്ത കാര്യം വേറൊരാൾ പറഞ്ഞിട്ട് നമ്മളെ മറ്റൊരാൾക്കാർ ക്രൂശിക്കുമ്പോൾ നമുക്ക് നല്ല വിഷമം ഉണ്ടാവും. അത് അവർക്ക് സ്വയം ലൈഫിൽ അനുഭവിച്ചാലേ അവർക്കത് മനസ്സിലാവുള്ളൂ. ഒരുപാട് പണികൾ എനിക്ക് വന്നു. ഞാനത് മൈൻഡ് ചെയ്യാതെ പോയി. പിന്നെ അവസാനം എന്നെ എന്താ പറയുക, എനിക്ക് കുറേ അപവാദങ്ങൾ ഉണ്ടാക്കി തന്നു, കുറേ പ്രശ്നങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടാക്കി തന്നു. ഒരുപാട് നമ്മൾ ഇപ്പോൾ അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ലൈഫിനകത്ത് അവർക്ക് ഒരുപാട് പണികൾ, അതുപോലെ ചെയ്യാത്ത കാര്യങ്ങൾക്ക് അവരെ ക്രൂശിക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് അവർ പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഇതിനകത്ത് ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ വീഡിയോയിലും അതിന് മുൻപുള്ള വീഡിയോയും ഈ ഒരു വിഷയം വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു വിഷയമാണ്. അതോടൊപ്പം തന്നെ ഒരു സ്ത്രീയുടെ മേൽ, ഒരു സ്ത്രീത്വത്തിന് മേൽ ഉണ്ടായ ഒരു ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. അപ്പോൾ അതിനകത്തുള്ള ശരിതെറ്റുകൾ, ഇന്നയാൾ ശരി ഇന്നയാൾ തെറ്റെന്ന് നമുക്ക് ഒരിക്കലും ഉറപ്പിച്ച് പറയാനോ, അല്ലെങ്കിൽ അതിനകത്ത് നമുക്ക് ഈ പുറമേ കാണുന്ന ഇൻ്റർവ്യൂസ് കണ്ടിട്ട് ആരെങ്കിലും ഭാഗം പിടിച്ച് നിൽക്കാനോ പറ്റത്തില്ല. നിങ്ങളും അത് ശ്രമിക്കരുതെന്നാണ് എനിക്ക് പറയുന്നത്. കാരണം നമ്മളുടെ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് കാണുന്ന പല മുഖങ്ങളുടെയും പുറകിൽ മറ്റെന്തെങ്കിലും ഉണ്ടാവാം. അപ്പം അവർ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് ഒന്ന് അപ്പിയർ ചെയ്ത് പറയുന്നതെല്ലാം ശരിയാവണമെന്നില്ല. ഇപ്പം ശ്രീകുമാറിൻ്റെ വീഡിയോയും അതോടൊപ്പം തന്നെ സ്നേഹയുടെ വീഡിയോയും നമ്മൾ റിയാക്ട് ചെയ്തപ്പോഴും ഇതേ കാര്യം തന്നെ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇവിടെ ഇപ്പം നിഷ സാരംഗ് പറയുന്ന ഈ ഒരു വീഡിയോ കാണുന്ന സമയത്തും ഞാനത് തന്നെ പറയുന്നു. അവർ പറയുന്നത് അവർക്ക് പൊതുജനങ്ങളോട് പറയാൻ, അവർക്ക് അവരുടെ ബോധ്യങ്ങളും അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ചില കാര്യങ്ങൾ, സൂചനകൾ മാത്രമാണ്. കോടതിയുടെ മുമ്പിൽ നിൽക്കുന്നൊരു വിഷയമായതുകൊണ്ട് തന്നെ അത് പൂർണ്ണമായിട്ടും ആർക്കും ഒന്നും തുറന്നു പറയാൻ വേണ്ടിയിട്ട് കഴിയത്തില്ല. അപ്പോൾ അവർ പറഞ്ഞു വരുന്നത് അവർക്ക് ഒരുപാട് പണികൾ, അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, അവർക്ക് പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വന്നൊരു കാര്യങ്ങളാണ് അവർ ദൂരെ കൂടെ ഇങ്ങനെ പങ്കുവയ്ക്കുന്നത്. വിളിക്കുമ്പോൾ നമ്മൾ പ്രതികരിക്കാൻ പറ്റാത്ത ചില സിറ്റുവേഷനിൽ നമുക്ക് പ്രതികരിക്കാൻ പറ്റില്ല. ചില കാര്യങ്ങളിൽ നമുക്ക് പ്രതികരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പ്രതികരിക്കാനൊരു അവസരം എപ്പോഴെങ്കിലും ദൈവം എല്ലാ കാര്യത്തിലും തരും. എല്ലാ കാര്യത്തിലും ദൈവം അങ്ങനെയാണ്, അല്ലേ? നമുക്കായിട്ടൊരു ദിവസം തരും ദൈവം അവർക്കായിട്ടൊരു ദിവസം തരും എന്നുള്ള രീതിയിൽ ഒരു കോൺഫിഡൻസോടുകൂടി പറയുന്നു. ഞാൻ എപ്പോഴും ഈ ഒരു വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം, ഇതിനു മുൻപ് ചെയ്ത വീഡിയോസിനകത്ത് ചെയ്ത എല്ലാവർക്കും അറിയാം. കാരണം ഓരോ വ്യക്തികൾക്കും അവരവരുടെ ജീവിതത്തിൻ്റെ അകത്ത് നടന്നിട്ടുള്ള ക്ലേശകരമായിട്ടുള്ള ദിനങ്ങൾ അല്ലെങ്കിൽ നിമിഷങ്ങൾ, അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കാനോ പറയാനോ, അതിനെക്കുറിച്ച് എന്തും അതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ച് പറയാൻ അവർക്ക് മാത്രമേ കഴിയുള്ളൂ. ഇപ്പം നമ്മളൊരു ചായ കുടിച്ചു, നമ്മൾ ചായ കുടിക്കുന്നു, തൊട്ടടുത്ത ആൾ കോഫി കുടിച്ചുകൊണ്ടിരിക്കുന്നു. ചായ കുടിച്ച് നമുക്ക് ആ ചായക്കകത്തുള്ള എന്താ സ്വാദുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് പറയാൻ വേണ്ടി പറ്റും. തൊട്ടടുത്തിരിക്കുന്ന കോഫി കുടിച്ചവൻ്റെ കാര്യം കൊള്ളാമല്ലേ എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അത് അയാൾക്ക് തന്നെ പറയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് ജീവിതവും. ബെന്യാമിൻ പറഞ്ഞ വാക്കുകൾ വീണ്ടും ഞാൻ കടമെടുക്കുന്നു. നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങളൊക്കെ നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ്. നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് മൊത്തം മറ്റുള്ളവരുടെ ജീവിതങ്ങളാണ്. നമ്മൾ ബഷീറിൻ്റെ കഥ വായിച്ചാലും മുകുന്ദൻ്റെ കഥ വായിച്ചിരുന്നാലും അങ്ങനെ ONVയുടെ കവിതകളും ഒക്കെ വായിച്ചിരുന്നാലും നമുക്ക് എന്ത് വായിച്ചിരുന്നാലും അതിനകത്തുള്ള അവരുടെ മനസ്സിൻ്റെ അകത്തു നിന്നും അനുഭവിച്ച അനുഭവങ്ങൾ മറ്റുള്ള കഥാപാത്രങ്ങളായിട്ടൊക്കെ മാറും. ഇവിടെ സോഷ്യൽ മീഡിയക്കകത്തും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഇത് പങ്കുവയ്ക്കപ്പെടുന്ന കാര്യങ്ങളിനകത്ത് നമുക്ക്
അതിനെ പൂർണ്ണമായിട്ടും അതിൻ്റെ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. കോടതിയുടെ മുമ്പിൽ നിന്നും ആർക്കാണോ ജസ്റ്റിസ് അവർ കിട്ടട്ടെ എന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ പറയും. ഇപ്പോൾ നമ്മളെ എപ്പോഴും സപ്പോർട്ടും നല്ലതിനാണെങ്കിലും എന്തിനാണെങ്കിലും പ്രേക്ഷകരെ കൂടെ ഉള്ളത് ഇല്ലേ. അതുകൊണ്ട് പ്രേക്ഷകർ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. കാരണം പറയുന്ന ആളെപ്പോഴും വിചാരിക്കണം ഞാൻ പറയുന്നത് തെറ്റാണോ ശരിയാണോ സത്യം എന്താണ് എന്നുള്ളത്. ഒരു വ്യക്തിയെ പറ്റി പറയുമ്പോൾ ആ വ്യക്തിയാണോ സത്യം അല്ലെങ്കിൽ ഞാൻ പറയുന്നതാണോ സത്യം എന്നുള്ളത് ആ പറയുന്ന ആ വ്യക്തിക്ക് എന്തായാലും ഉറപ്പുണ്ടാവും ഇല്ലേ. ഇപ്പോൾ മോള് പറയുന്നു ഞാൻ കൊള്ളില്ലാന്ന്, പക്ഷെ മോൾക്ക് അറിയാൻ പറ്റും ഞാൻ നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് കറക്റ്റ് അറിയാൻ പറ്റും ഇല്ലേ. മോളിലപ്പോൾ മോളുടെ ഇത് തെറ്റാണെങ്കിൽ മോളത് ന്യായീകരിക്കാൻ വേണ്ടി മോൾക്ക് പറയാം അല്ലേ. അത് മോളുടെ ചോയ്സാണ്. പക്ഷെ ആ വ്യക്തിക്ക് ഉറപ്പായിട്ടും അറിയാം എന്താണ്, മോൾക്ക് കറക്റ്റായിട്ട് അറിയാം മോൾ എന്താണ് ചെയ്തതെന്നുള്ളത് ഇല്ലേ. ഇവിടെ ഒരു സൂചനയാണ് ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്തുള്ളൊരു പ്രധാനപ്പെട്ട ഒരു അടിവരയിടുന്നൊരു സൂചനയാണ് ഇവിടെ നൽകുന്നത്. അതായത് പബ്ലിക്കിന്റെ മുമ്പിലേക്ക് അപ്പിയർ ചെയ്തുകൊണ്ട് പറയുന്ന ആൾക്കാർ പറയുന്നതിനകത്തുള്ള ശരിതെറ്റുകൾ അവർക്ക് പോലും വ്യക്തമായി അറിയാമെന്നിരിക്കെ സമൂഹത്തിന്റെ മുമ്പിൽ പൊള്ളയായിട്ട് രീതിയിൽ അതിനെ വഴിതിരിച്ചു വിടാൻ വേണ്ടിയിട്ടുള്ള വിഫല ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് നിലവിൽ വന്നിട്ടുള്ള കോൺട്രവേഴ്സിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ സ്നേഹയുടെ ശ്രീകുമാറിന്റെ ഇന്റർവ്യൂ നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും, ഇല്ലെങ്കിൽ കാണണം. അപ്പം ആ ഇന്റർവ്യൂവിൻ്റെ അകത്ത് പറയുന്നതിനകത്ത് അവരൊരു ചില പദപ്രയോഗങ്ങൾ നടത്തി പറയുന്നുണ്ട്. ആ സ്ത്രീക്ക് ഇത് തന്നെയാണ് പണി, നിരന്തരം ഇതുപോലുള്ള പരിപാടികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇവിടെ നിഷ സാരംഗ് പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം മോക്കറിയാം, അതായത് നിങ്ങൾക്ക് കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്, നിങ്ങളുടെ ഭാഗത്താണ് തെറ്റെന്ന് അറിയാം, എങ്കിൽ പോലും നിങ്ങൾ സമൂഹത്തിന്റെ മുമ്പിലേക്ക് ആ ഒരു കാര്യത്തിൻ്റെ അകത്ത് മറ്റൊരാളാണ് തെറ്റുകാരി എന്ന് പറയുമ്പോഴും നിങ്ങൾക്കറിയാം നിങ്ങളാണ് തെറ്റുകാരനെന്ന് അല്ലെങ്കിൽ തെറ്റുകാരി എന്ന് അറിയാമെന്നുള്ള രീതിയിൽ ഒരു എന്താ പറയുക വളഞ്ഞ രീതിയിലാണ് പറയുന്നതെങ്കിലും അവർ ആ ഒരു കാര്യം പറഞ്ഞ് വയ്ക്കുകയാണ്. കാരണം അവരുടെ ഭാഗത്ത് നീതി നിഷേധിക്കപ്പെടുന്നെന്നോ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുള്ള ശരികളെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കുന്നതിനപ്പുറം അതിനെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു എന്നുള്ള രീതിയിലേക്കാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കും, നിങ്ങൾക്ക് മനസ്സിലായത് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് പ്രേക്ഷകർ എന്ത് പറഞ്ഞാലും നമ്മളത് കേട്ടേ പറ്റുള്ളൂ. കാരണം ഇപ്പൊ എന്നെ പറ്റി പറയുകയാണെങ്കിൽ എന്റെ കുഴപ്പമില്ല, ആ പറയുന്ന ആളുടെ കുഴപ്പമാണ്. പറയുന്ന ആളെന്താണോ പറഞ്ഞത് അവരതിനെ അനുകൂലിക്കും ഇല്ലേ. അവർക്ക് അറിയില്ലല്ലോ എന്താണെന്നുള്ളത്. ബാധിക്കാറുണ്ടോ ചേച്ചീനെ അങ്ങനെ അത്തരത്തിൽ ഇമോഷൻ? ഇല്ലില്ല, ഞാൻ അങ്ങനെ എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് ഞാൻ ഇത്രയും വയസ്സായ ഒരു ആളല്ലേ മോളെ, എനിക്ക് ഇത്രയും 19 വയസ്സ് കഴിഞ്ഞൊരു സ്ത്രീയാണ്. അപ്പോൾ നല്ലതേത് ചീത്തയേതെന്നൊക്കെ അറിയാനുള്ള ഒരു പ്രായം പക്വതയൊക്കെ ഉണ്ട്. 17 വയസ്സുള്ളൊരു കുട്ടിയൊന്നുമല്ല ഞാൻ ഇല്ലേ. എന്തെങ്കിലും പറഞ്ഞാൽ അത് എനിക്ക് നല്ലതാണെങ്കിൽ മാത്രമേ ഞാൻ അതിനെ അനുകൂലിക്കുള്ളൂ ഇല്ലേ. ചിലപ്പോഴൊക്കെ മനസ്സിന് വിഷമം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പം നമ്മുടെ സ്നേഹയുടെ കാര്യം പറഞ്ഞു. സ്നേഹ ഇൻഡസ്ട്രിയിനകത്ത് നമ്മുടെ മറിമായം അല്ലേ ഇങ്ങനെ കുറേ ഇതിനകത്തുള്ളതാണ്. ഒരു തരത്തിൽ പോലും നമുക്കൊരു നെഗറ്റീവായിട്ടുള്ളൊരു സാധനം അഥവാ സ്നേഹയെക്കുറിച്ച് ഒരിടത്ത് ഒരു ഗോസിപ്പ് പോലും കേട്ടിട്ടില്ല. ഞാൻ കേട്ടിട്ടില്ല, എൻ്റെ അറിവിലില്ല. നിങ്ങളുടെ അറിവിലുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ നിഷ സാരംഗ്, ഇവരെക്കുറിച്ചും എവിടെയും ഞാനൊരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം അഥവാ ഈ ഒരു നമ്മളൊരു ഫീൽഡിനെ കുറിച്ച് അറിയാം, സിനിമാ മേഖല, സീരിയൽ മേഖല, ഇങ്ങനെയുള്ള മേഖലയിലൊക്കെ നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അറിഞ്ഞോ അറിയാതെയൊക്കെ പോലും ചുമ്മാ ഒരാളോട് ഇരുന്ന് സംസാരിച്ചാൽ പോലും ആ ഫോട്ടോ പോലും പ്രചരിച്ചു കഴിഞ്ഞാൽ മറ്റൊരു തരത്തിൽ ഗോസിപ്പിലേക്ക് വരും. പക്ഷേ ഇവരെ കുറിച്ചൊന്നും എങ്ങും ഒരു ഗോസിപ്പുകളോ മറ്റുള്ള കാര്യങ്ങളോ ഇല്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 100-ലധികം സിനിമകളിലെന്തോ ഇവരുണ്ടായത് ഇവരുടെ ഏതൊരു ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞെന്ന് തോന്നുന്നു. 100-ലധികം സിനിമയും ഏതാണ്ട് 10-12ഓളം അതോ അതിലധികമോ സീരിയലുകളിലൊക്കെ ഭാഗമായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മൾ ഒരുപാട് സിനിമകളിൽ ഞാൻ നിഷ സാരംഗിന്റെ മുഖം കണ്ടിട്ടുണ്ട്. ബട്ട് ഈ ഒരു കോൺട്രവേഴ്സി നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇപ്പം ഞാനിതാ പറഞ്ഞത്, നമ്മൾ അസ്യൂം ചെയ്ത് പറയാൻ പറ്റത്തില്ലല്ലോ. പക്ഷേ എങ്കിലും ഒരു കാര്യം പറയട്ടെ. ഇപ്പം നിഷ സാരംഗ് എന്ന് പറയുന്ന കാര്യം അവരുടെ ഒരു ലൈഫിൻ്റെ അകത്ത് നല്ല രീതിയിൽ ഈ ഒരു ഉപ്പും മുളകും പോലത്തെ ഒരു പ്രോഗ്രാമിൽ വളരെ ഫെയിമായിട്ട് നിൽക്കുന്നു, അതിനകത്ത് നല്ല വരുമാനം കിട്ടുന്നു, ഒക്കെ അങ്ങനെ നിൽക്കുന്നു. ഇവരെല്ലാവരും അങ്ങനെയൊക്കെയാണ് കേട്ടോ. അതായത് ഈ ബാലു എന്ന് പറയുന്ന നമ്മുടെ പുള്ളിക്കാരനാണെങ്കിലും ബിജു സോബനാണെങ്കിലും നമ്മുടെ ശ്രീകുമാർ ആണെങ്കിലും മറ്റ് ആൾക്കാരാണെങ്കിലും മുടിയനടക്കമൊക്കെ ഉണ്ടാകും. മുടിയനൊന്നും ഇല്ല ഇപ്പോൾ അതിനകത്ത്. ഇവരൊക്കെ അതിനകത്ത് നല്ല വരുമാനം റെപ്യൂട്ടേഷനിലും ഒക്കെ നിൽക്കുന്നവരാണ്. സമൂഹത്തിൻ്റെ അത് കാരണം ഒരുപാട് പ്രോഗ്രാംസും ഷോസൊക്കെ ഇവർ കിട്ടും. അപ്പോൾ ഇങ്ങനെ ഇരിക്കെ അവരുടെ ലൈഫിൻ്റെ പീക്കിൽ നിൽക്കുന്ന സമയത്ത് അവർ ഒരു വ്യക്തിക്കെതിരെ അനാവശ്യമായിട്ടൊരു കാര്യം കൊണ്ടുപോകുമോ? കാരണം ഞാൻ ഈ വീഡിയോ ഇട്ടതിന് ശേഷം പലരും എൻ്റെ ഇൻബോക്സിൻ്റെ അകത്തൊക്കെ ചോദിച്ചാൽ മൂപ്പ ഈ ഒരു കാര്യത്തിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നത് പല വീഡിയോസ് എടുക്കുന്ന സമയത്ത് നമ്മളോടൊപ്പം അവർ പങ്കുവയ്ക്കാറുണ്ട്, അവരുടെ ചിന്തകൾ പങ്കുവയ്ക്കാറുണ്ട്. കാരണം അത് എനിക്ക് പലപ്പോഴും ഉപകരിക്കപ്പെടാറുമുണ്ട്. കാരണം എൻ്റെ ചിന്ത പോലും മാറ്റി ചിന്തിപ്പിക്കാൻ ചില ഇൻബോക്സിനകത്തൊക്കെ ചില ആൾക്കാർ എനിക്ക് തരുന്ന ചില കാര്യങ്ങൾ എനിക്ക് ഭയങ്കരമായിട്ടും എന്നെ മാറ്റം വരുത്തിയിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞ കാര്യമാണ് ഒരു സ്ത്രീ. കാരണം ഈ നിഷ സാരംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടും എനിക്ക് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇവരുടെ ഭാഗം പറഞ്ഞുകൊണ്ടും അവരുടെ ഭാഗം പറഞ്ഞുകൊണ്ടൊക്കെ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറഞ്ഞ ചില കാര്യമാണ് അവരുടെ ഈ ഒരു സ്ത്രീ അവർ ഏറ്റവും പീക്കിൽ നിൽക്കുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും തരത്തിൽ ഈ പറഞ്ഞ ആൾക്കാർക്കെതിരെ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് ഇങ്ങനെ ഒരു കേസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അവർക്ക് ടാർഗറ്റ് പോകുന്നത് അവരുടെ ലൈഫും കൂടെ അല്ലേ, അങ്ങനെ ഒരു കാര്യത്തിന് മുതിരുമോ എന്നുള്ളതാണ്.
പിന്നെ കുറേ ഫേക്ക് ഐഡികളിൽ കുറച്ചധികം ആൾക്കാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. അതൊക്കെ എനിക്ക് വിശ്വസിക്കണോ വിശ്വസിക്കേണ്ടതെന്ന് അറിയത്തില്ല, കാരണം നമുക്ക് അറിയാത്ത കാര്യമാണ്. പിന്നെ ഫേക്ക് ഐഡീസുമാണ്, നമുക്ക് അവർ പറയുന്നതിന് നമുക്ക് മുഖവിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. കാരണം ഇതിൻ്റെ അകത്ത് ഇൻസൈഡ് കുറേ അധികം കോൺട്രവേഴ്സീസ്, ഇതിനകത്ത് കുറേ അധികം അതിൻ്റെ ആ ഒരു എന്താണ് സെറ്റുമായിട്ട് ബന്ധപ്പെട്ട ചില പൊളിറ്റിക്സ്, ചില വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നു. ചില വ്യക്തികൾക്ക് ചില പ്രത്യേകത പ്രാമാണ്യത്വം പ്രത്യേക സ്വീകാര്യത കിട്ടുന്നു, എന്നാൽ ചില ആൾക്കാർക്ക് അവിടെ അങ്ങനെ കിട്ടുന്നില്ല എന്നുള്ളതൊക്കെ ഇവരുടെ ഈ സെറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ചില വ്യക്തികൾ അവിടെ നിന്ന് പുറത്താക്കുന്നു, വീണ്ടും തിരിച്ചു വരുന്നു, ചില സമയത്ത് ഷോ നിർത്തിവെക്കുന്നു, വീണ്ടും തുടങ്ങുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഉപ്പും മുളകിൻ്റെ അകത്ത് നടന്നിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ അറിവിലേക്ക്, എൻ്റെ ഇൻബോക്സുകളിൽ കിട്ടുന്ന പല ഇൻഫർമേഷൻസ് ആണ്. അതിനകത്ത് ശരിയുണ്ടാവാം, തെറ്റുണ്ടാവാം. നിങ്ങൾക്ക് അറിയുന്നെങ്കിൽ കൂടുതൽ അറിയുന്ന ആൾക്കാർ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇവരുടെ ഈ ഒരു കരിയർ നശിപ്പിച്ചുകൊണ്ട് അവരൊരു സംഭവത്തിലേക്ക് മുതിരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. സോ എന്താണെങ്കിലും തെറ്റും ശരിയും കോടതിയുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. അത് കോടതിയിൽ നിന്ന് തന്നെ പുറത്തു വരട്ടെ. ബാധിച്ചിട്ടില്ല എങ്കിൽ പോലും നമ്മൾ മനസ്സിലൊരു വിഷമം ഉണ്ടാവും. നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ ഒരാൾ വിളിച്ച് ആരോ എന്തോ പറഞ്ഞു എന്നുള്ള കാര്യത്തിൽ നമ്മളെ തെറ്റിദ്ധരിക്കുമ്പോൾ നമുക്ക് നല്ല വിഷമം ഉണ്ടാവും. നമ്മൾ ചെയ്താണ് നമുക്ക് വിഷമിക്കേണ്ട ഒട്ടും ആവശ്യമില്ല. ഈ നമ്മൾ ചെയ്യാത്ത കാര്യം വേറൊരാൾ പറഞ്ഞിട്ട് നമ്മളെ മറ്റൊരാൾക്കാർ ക്രൂശിക്കുമ്പോൾ നമുക്ക് നല്ല വിഷമം ഉണ്ടാവും. അത് അവർക്ക് സ്വയം ലൈഫിൽ അനുഭവിച്ചാലേ അവർക്കത് മനസ്സിലാവുള്ളൂ, അല്ലേ? അതുകൊണ്ട് അവർക്ക് എന്ത് വേണമെങ്കിലും പറയാം, പ്രേക്ഷകർക്ക് എന്ത് വേണമെങ്കിലും പറയാം. പക്ഷെ പ്രേക്ഷകർക്ക് അറിയില്ലല്ലോ എപ്പോഴും എന്താണ് സത്യം എന്നുള്ളത്. അപ്പൊ അവരെ കുറ്റം പറയാൻ പറ്റില്ല എന്ത് കാര്യത്തിലാണെങ്കിലും. അത് സത്യമാണ്. അതിപ്പം ഈ പുള്ളിക്കാരി പറഞ്ഞ കാര്യം കറക്റ്റാണ്. കാരണം ഇതിപ്പം പ്രേക്ഷകരെ നമുക്ക് എന്ത് കാര്യം വരുമ്പോഴേക്കും നമുക്ക് രണ്ട് പക്ഷം ഉണ്ടാവാറുണ്ട്. അമ്മയെ തല്ലിയ രണ്ട് പക്ഷം എന്ന് പറഞ്ഞ പോലെ അതിനകത്ത് ചിലപ്പം ഇവർ തെറ്റിന്റെ വശത്തായിരിക്കും. തെറ്റെന്ന് വെച്ചാൽ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചിന്തകളാണ്, അവർക്ക് ഒരിക്കലും അറിയത്തില്ല. ഇപ്പം നമ്മുടെ മുമ്പിലേക്ക് വരുന്നൊരു വിഷയം, ഇപ്പം റീസെൻ്റ് ആയിട്ട് നടന്ന ചില കോൺട്രവേഴ്സി, ഞാൻ പേര് പോലും എടുത്ത് ഉച്ചരിക്കുന്നില്ല, ചില വ്യക്തികൾ സമൂഹത്തിൻ്റെ മുമ്പിൽ നിരന്തരമായിട്ട് അവരുടെ പേരുകൾ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നു. അതായത് ചില ആൾക്കാർ സോഷ്യൽ മീഡിയയിലൂടെ നെഗറ്റീവ് ഷെയ്ഡിലൂടെയെങ്കിലും വളരാൻ വേണ്ടി ശ്രമിക്കും. അവസാനം അവർക്കത് പണി കിട്ടുന്നത് മാത്രമല്ല, സോഷ്യൽ മീഡിയ പിന്നെ അവർ കാരണം അവരെ കോണ്ടന്റാക്കി സോഷ്യൽ മീഡിയ മാറുന്നു എന്നൊരു സാഹചര്യത്തിലേക്ക് മാറി. പിന്നെ നമ്മുടെ ഷെർലക് ഹോംസിന്റെ കഥയിൽ ഉള്ളത് പറഞ്ഞ പോലെ സർ അർതർ കോനൻ ഡോയൽ എന്ന് പറയുന്ന ഒരു വിഖ്യാതനായിട്ടുള്ള ഒരു ഡോക്ടർ, ഒരു ഭിഷഗ്വരൻ അവിടെ ഈച്ച അടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത്, അഥവാ അദ്ദേഹത്തിന് അധികം ഇതൊന്നുമില്ല, എന്താ പറയുക, രോഗികളോ ഒന്നും കിട്ടുന്നില്ല. അപ്പം അദ്ദേഹം എഴുതി തുടങ്ങിയ ഒരു കാര്യമാണ് ലോകം മൊത്തം പ്രചണ്ഡമായിട്ട് നമ്മളെടുത്ത് ആഘോഷിക്കുന്ന എന്താണ് ഷെർലക് ഹോംസ് എന്ന് പറയുന്ന കഥകൾ. ആ ഷെർലക് ഹോംസിന്റെ കഥകൾ വന്നതിന് ശേഷം ആ ഒരു വ്യക്തി കാരണം, അഥവാ അദ്ദേഹം ഷെർലക് ഹോംസിനെ സൃഷ്ടിച്ച സർ അർതർ കോനൻ ഡോയലിന് പോലും സർ എന്നുള്ള പദവി പോലും ആ ഒരു പുസ്തകം എഴുതിയിട്ടാണ് കിട്ടിയത്. അപ്പം അദ്ദേഹത്തിന് പോലും അദ്ദേഹം സൃഷ്ടിച്ച ഒരു കഥാപാത്രം കാരണം അദ്ദേഹത്തിന്റെ ബഹുമാന്യതയും മറ്റുള്ള സ്വീകാര്യതയും അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ ഈ കഥാപാത്രത്തിനെ കൊല്ലാൻ തീരുമാനം എടുക്കുന്നു. അത് കൊന്നതിന് ശേഷം എന്ത് സംഭവിച്ചു? എൻ്റെ പേര് സ്കാർലെറ്റോ, പേര് ലാസ്റ്റ് മറന്നുപോയി. അതിനുശേഷം വീണ്ടും പുള്ളിക്കാരന് ഭീഷണി വന്നു. ഈ ഒരു കഥാപാത്രത്തിന് അവസാനിപ്പിച്ചതിന് ശേഷം പുള്ളിക്കാരന് വന്ന ഭീഷണി കാരണം വധിക്കുമെന്നുള്ള ഭീഷണിയൊക്കെ വന്നതിന് ശേഷം അവസാനം വീണ്ടും പുനർജീവിപ്പിക്കുന്നു, മലയിൽ നിന്ന് താഴേക്ക് പോയിട്ട് തിരിച്ച് ജീവിച്ചു വരുന്ന രീതിയിലേക്ക്. സോ അങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യം വരെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാം, ഇവിടെ ഈ കഥാപാത്രങ്ങളായിട്ട് നിറഞ്ഞാടുന്ന ഈ പറയുന്നവരുടെ ജീവിതങ്ങൾ നമ്മൾ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക്, പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് വരുന്ന സമയത്ത് കാണുന്ന പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം പൂച്ചയുടെ കയ്യിൽ കിട്ടിയ എലി പോലെയാണ്. അത് ചിലപ്പം ശരിയാവാൻ തെറ്റാവും. നേരത്തെ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞില്ലേ, ഒരു ചില സോഷ്യൽ മീഡിയ എടുത്തിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ അവസാനം അവർ എന്താണോ ഉപയോഗിച്ചത് അത് അവർക്ക് തന്നെ വിനയായിട്ട് മാറുന്നു എന്നുള്ള സംഭവം പോലെ ഇവിടെ സോഷ്യൽ മീഡിയയിലേക്ക് മുമ്പിലേക്ക് വരുന്ന കാര്യത്തിന് പ്രേക്ഷകരെ മൊത്തത്തിൽ കുറ്റപ്പെടുത്താൻ പറ്റില്ല. പ്രേക്ഷകർക്ക് ഇത് വിവേചിച്ചറിയണമെങ്കിൽ ഇതിന്റെ തെറ്റ് ശരി കോടതിയിലൂടെയോ നീതിന്യായ വ്യവസ്ഥയിലൂടെ പുറത്തു വരണം. അത് അപ്പോൾ മാത്രമാവും ഇതായിരുന്നു ശരി. പക്ഷെ അവരുടെ ചിന്തകളെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ, അവർക്ക് അഭിപ്രായം പറയാമല്ലോ, അത്രേ ഉള്ളൂ. കുറെ പ്രശ്നങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടാക്കി തന്നു. അതൊക്കെ ഞാൻ മൈൻഡ് ചെയ്ത് കിട്ടും. കാരണം വെച്ചാൽ എന്താ പറയാ, എന്നെ മാക്സിമം നാണുകെടുത്തി അയാൾ അവിടെ. എൻ്റെ വീട്ടിൽ വരെ വിളിച്ച് പലതും പറഞ്ഞു. എന്നെ പറ്റി പല കഥകളും പറഞ്ഞു കൊടുത്തു. ഞാൻ ലൊക്കേഷനിൽ ഒരാളായിട്ട് പ്രേമമാണെന്നും അയാളെ ഞാൻ കല്യാണം കഴിക്കാൻ പോകണമെന്നും ഒക്കെ പറഞ്ഞു. അതായത് ഞാൻ അയാളായിട്ട് ഭയങ്കര ലീലാവിലാസങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും ഒക്കെ പറഞ്ഞു. ഞാൻ ഒന്നും മൈൻഡ് ചെയ്തില്ല. അതങ്ങനെ കൂടി എൻ്റെ വീട്ടുകാർ എന്നോട് മക്കൾ ചോദിച്ചു എൻ്റെ അടുത്ത്, അമ്മ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ എന്താ? ഞാൻ പറയാം അത് മൈൻഡ് ചെയ്യണ്ടെന്ന് പറഞ്ഞു. ദൈവം ഭയങ്കര ശക്തിയുള്ളതാണ്. ഒരുപാട് നമ്മൾ വേദനിക്കുമ്പോൾ നമ്മൾ പ്രതികരിക്കാൻ പറ്റാത്ത ചില സിറ്റുവേഷനിൽ നമുക്ക് പ്രതികരിക്കാൻ പറ്റില്ല, ചില കാര്യങ്ങളിൽ നമുക്ക് പ്രതികരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പ്രതികരിക്കാൻ ഒരു അവസരം എപ്പോഴെങ്കിലും ദൈവം എല്ലാ കാര്യത്തിലും തരും. എല്ലാ കാര്യത്തിലും ദൈവം അങ്ങനെയാണ്, അല്ലേ? ഇവരുടെ വാക്കുകളിൽ ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട്. എനിക്ക് ഒരു ഞാനിത് പറയുന്നില്ല, പ്രീ ജഡ്ജ്മെന്റൽ ലെവലിലല്ല പറയുന്നത്. ഇവരുടെ വാക്കുകളിൽ വളരെ കോൺഫിഡൻസ് ഉണ്ട്. ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അവർക്ക് എന്തൊക്കെയോ തുറന്നു പറയണം, പക്ഷെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത് കാരണം അവർക്കൊന്നും പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. പക്ഷെ അവരാരൊക്കെയോ ചേർന്ന്
അവർക്കിട്ട് നല്ല 8ന്റെ പണി കൊടുത്തു എന്നുള്ള കാര്യം പറയാതെ പറഞ്ഞിട്ടുണ്ട്. അത് അവർ പറയുന്ന ആ ഒരു വേ ഓഫ് ടോക്കിലുണ്ട്. വളരെ ദീർഘമായിട്ടുള്ള 25 മിനിറ്റോളം വരുന്നൊരു ഇൻ്റർവ്യൂ ആണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കതിനെ മൊത്തത്തിൽ എടുത്ത് വെച്ച് സംസാരിക്കാനും പറ്റത്തൊന്നുമില്ല. പക്ഷേ എങ്കിലും അവരത് പറയുന്ന ആരൊക്കെയോ പണി ചെയ്തിട്ടുണ്ട്, അതിനകത്ത് പറയുന്ന കേട്ടിട്ടില്ലേ. ഞാൻ എൻ്റെ ഇൻബോക്സിൻ്റെ അകത്തൊക്കെ ചില ഫേക്ക് കമൻസ് ഒക്കെ, ഫേക്ക് ഇൻബോക്സ് മെസ്സേജ് ഒക്കെ വന്നതിനകത്താണ് അതിനകത്ത് ചിലർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർക്ക് വേറെ എന്തൊക്കെ തരത്തിലുള്ള സംഭവങ്ങളൊക്കെ. അതിപ്പോൾ അവർ പറയുന്നു അവർക്ക് വേറെ എന്തോ ബന്ധങ്ങളുള്ളത് പോലെയൊക്കെ അവർ പറഞ്ഞ് പ്രചരിപ്പിച്ചു. അവർ കാരണം ഒന്ന് ടാർണിഷ് ചെയ്യുക എന്നുള്ള ഉദ്ദേശം കൊണ്ടായിരിക്കാം. അത് ആരാണെന്ന് അറിയത്തില്ല, നമുക്കും അറിയത്തില്ല. അത് പുറത്തു വരട്ടെ. നമുക്കായിട്ടൊരു ദിവസം തരും ദൈവം. ഞാൻ ഗുരുവായൂരപ്പനിൽ സമർപ്പിച്ചേക്കാം എൻ്റെ എല്ലാ കാര്യങ്ങളും. ഭഗവാൻ തന്നെ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കട്ടെ. പക്ഷെ ഞാനൊരു പക്വതയുള്ള സ്ത്രീ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരാൾക്കും ദോഷം വരുന്ന ഒരു കാര്യം ഞാൻ ചെയ്യില്ല. പക്ഷെ എന്നെ രക്ഷിക്കേണ്ടത് എൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ്. ഭഗവാൻ തന്നെ ചോദിക്കും ഇല്ലേ, നിന്നെ ഞാൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നിനക്ക് ഞാൻ ആ അവസരം നിന്നത്, നീ എന്തുകൊണ്ട് നീ രക്ഷപ്പെടാൻ ശ്രമിച്ചില്ല എന്ന് ചോദിക്കും അല്ലേ. ഇപ്പോൾ നമുക്ക് ഒരു പ്രശ്നം വരുമ്പോൾ, ഉദാഹരണം ഒരു കഥ കഴിഞ്ഞ ദിവസം കേട്ടിട്ട്, ഇപ്പോൾ ഒരാള് ഒരു പാലത്തിന്റെ മുകളിൽ നിൽക്കുകയാണ്. ഇതിന്റെ പൂർണ്ണരൂപം നിങ്ങൾ കാണുക, അതിന്റെ കമന്റ് ബോക്സ് നോക്കാം, കമന്റ് ബോക്സ് എങ്ങനെയായിരിക്കും നോക്കാം. സ്വന്തം താല്പര്യം നടത്താൻ മറ്റുള്ളവരെ ബലി കൊടുക്കരുത്. പീഡനം എന്ന പേരിൽ ഒരുപാട് നിരപരാധികൾ പെട്ടുപോകുന്നുണ്ട്. കർമ്മ എന്നത് എല്ലാവർക്കും ബാധകമാണ്. എന്താ ഉദ്ദേശിച്ചെന്ന് അറിയത്തില്ല. അധികം വൈകാതെ എല്ലാം പുറത്തു വരും. കർമ്മ റിട്ടേൺസ് എന്ന് പറഞ്ഞിട്ട് പ്രവീൺ പേഴ്സണൽസ് എന്ന് പെണ്ണ് പിടിയനാണ്. ബാലു നിഷേനെ ബ്ലാക്ക് മെയിൽ ഉണ്ടായിരുന്നു. ഇത് ഞാൻ പറയുന്നതല്ല കേട്ടോ, ഈ കമൻറ്റ് ബോക്സിലുള്ളതാ, ഏഷ്യാനെറ്റിൻ്റെ കമൻറ്റ് ബോക്സിലുള്ളതാ. അത് ബാലു ഓവർ ഡ്രിങ്ക് ആൻഡ് പെണ്ണ് പിടിയനാണ്. ബാലു നിഷേനെ ബ്ലാക്ക് മെയിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു, ഞാനല്ല. ഈ കമൻറ്റ് ബോക്സിലുണ്ട്. സത്യം നിങ്ങളുടെ ഭാഗത്താണെങ്കിൽ തീർച്ചയായും പ്രതികരിക്കണം. അവരും അവരുടേതായ രീതിയിൽ അതും ഇതും പറയുന്നുണ്ട്. സത്യം പുറത്തു വരട്ടെ. അവർക്ക് പറയാൻ ഒരുപാടുണ്ട്, പക്ഷേ സാഹചര്യങ്ങളുടെ ലിമിറ്റ്സ് കൊണ്ട് അതിന് കഴിയുന്നുമില്ല. ആ വീർപ്പുമുട്ടലാണ് ആദ്യം മുതൽ അവസാനം വരെ അവരുടെ ശബ്ദം ഇടറുന്നത്, കണ്ണ് നിറയുന്നതൊക്കെ. സീരിയസ്ലി എനിക്കത് ഫീൽ ചെയ്തു. 25 മിനിറ്റിൽ കേട്ടത് ദൂരെ നിന്ന് വീക്ഷിക്കുന്നവർക്കും ഒന്നും മനസ്സിലാവില്ലായിരിക്കും. പക്ഷേ കഴിഞ്ഞ 7-8 മാസം ഒന്നും മിണ്ടാതെ ഒഴിഞ്ഞു മാറി നടന്ന ഒരാൾ കുറച്ചെങ്കിലും അവിടെ ഇവിടെയും എങ്കിലും തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കാര്യങ്ങളുടെ ഏകദേശ ചിത്രം അറിയാവുന്നവർക്ക് അവർ നൽകിയ ചെറിയ ചെറിയ ഹിൻഡുകൾ കേട്ടാൽ കാര്യം മനസ്സിലാവും. ആരാണ് തെറ്റ് ചെയ്യുന്നത്, ആരാണ് കുറ്റക്കാരെന്നൊക്കെ വിധിക്കാൻ കോടതി നിയമങ്ങളുള്ള നാടാണ്. കറക്റ്റ് പോയിന്റ്. അവിടെയും ഇവിടെയും തെളിവുകൾ അപര്യാപ്തം. ചിലപ്പോൾ ഒരു വിനയായേക്കാം. ജീവിതത്തിൽ ചിലതൊക്കെ തെളിവുകളോടെ നിർത്താൻ സാധിച്ചെന്ന് വരത്തില്ല. എന്നിരുന്നാലും ദൈവത്തിൻ്റെ കോടതി തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ ലഭിക്കും. കർമ്മ ഈസ് എ ബൂമറാങ്. വെരി ട്രൂ. ശ്രീദേവി എന്ന് പറഞ്ഞ സത്യം ചോദിക്കുന്നതൊന്ന് മറുപടി വേറെന്ന് എന്തോ. ഇവർ സത്യമുള്ള സ്ത്രീയാണ്. പണിപാളിയെന്ന് പുള്ളിക്കാരിക്ക് മനസ്സിലായി. പഴയ ഒരു കോൺഫിഡൻസ് കാണാനില്ല. എന്താ ഈ പറയുന്നതൊന്നും മനസ്സിലാകുന്നില്ല. നിങ്ങളുടെ ഭാഗത്താണ് ശരിയെന്ന് പറയാൻ പറ്റില്ല. മുൻപ് സത്യം പുറത്തു വരട്ടെ. ഡോൺ വറി ഡിയർ. ആര് തെറ്റ് ചെയ്താലും സത്യം പുറത്തു വരട്ടെ. കാരണം പറയുന്ന കാര്യം ക്ലിയർ ആകണമെങ്കിൽ മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു. ആരെ രക്ഷിക്കാനാണ് നിങ്ങളുടെ മോൻ? കാരണം അവർ ഇത് കേസല്ലേ, കേസ് നടക്കുന്ന ഒരു കാര്യത്തിൻ്റെ അകത്ത് കോടതി ഇലക്ഷൻ വരും എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ടായിരിക്കാം മേ ബി അവർ അത്രയും പൊതിഞ്ഞ് സംസാരിക്കുന്നെന്ന് തോന്നുന്നു. എന്തായിരുന്നാലും ഞാൻ നമ്മുടെ സ്നേഹ ആൻഡ് ശ്രീകുമാർ ഇൻ്റർവ്യൂ കണ്ടതുപോലെ തന്നെ ഈ ഇൻ്റർവ്യൂ റിയാക്ട് ചെയ്തു. ബിജു സോപാനത്തിൻ്റെ ഇൻ്റർവ്യൂ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്തെല്ലാം ഞാൻ പറഞ്ഞൊരു കാര്യം സ്പെസിഫിക് ആയിട്ട് പറയാം. സത്യം പുറത്തു വരട്ടെ. അതിനകത്ത് നമ്മൾ ഇതിനകത്ത് ഇന്ന വ്യക്തിയാണ് തെറ്റുകാരൻ അല്ലെങ്കിൽ തെറ്റുകാരി, ഇവർ പോക്കാണ്, ഇവർ മറ്റേ പോക്ക് കേസാണ്. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ആരോപണം, പല ഈ വ്യാജ പരാതികളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എന്തൊക്കെയാണെങ്കിലും അത് വ്യാജമാണെന്നെങ്കിലും തെളിയണ്ടേ. വ്യാജ പരാതിയാണെങ്കിൽ പോലും അത് കോടതിയിലാണ് തെളിയേണ്ടത്. ഇനി അതല്ല, ഇവരുടെ ഭാഗത്താണ് ശരിയെങ്കിലും കോടതി തെളിയണം. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ നിരപരാധിത്വം അവർക്ക് അത് പ്രൂവ് ചെയ്യണമെന്ന് അവർക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ കോടതി തെളിയണം. എന്തായിരുന്നാലും ഈ ഒരു കാര്യത്തിൻ്റെ അകത്ത് അവരുടെ അവർ ഇപ്പോൾ ഒരു ഉറച്ച വിശ്വാസിയാണെന്നൊക്കെ തോന്നുന്നു. എന്തായിരുന്നാലും അവർ ആ ഉറച്ച് വിശ്വസിക്കുന്ന സംഭവത്തിൻ്റെ അകത്ത് അവർ ഉറച്ചൊക്കെ പറയുന്നത് ചില കാര്യങ്ങളുടെ അകത്ത് അവരുടെ മുഖവും അവരുടെ ആ ഒരു സംസാര ശൈലി രീതിയൊക്കെ നോക്കുമ്പോഴേക്കും എന്തോ എവിടെയൊക്കെ അവർ അഫക്റ്റഡ് ആയിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നു. സത്യമാണോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരട്ടെ. നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത് ഗൈസ്. ബൈ.